ഇന്ത്യൻ വാഹന വിപണിയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ വാണിജ്യ ആവശ്യങ്ങൾക്കായി വളരെ പ്രശസ്തമായിരുന്ന ഒരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ അഥവാ മൾട്ടി പർപ്പസ് വെഹിക്കിളാണ് ജനറൽ മോട്ടോഴ്സിന്റെ കീഴിലുള്ള ഷെവർലെ പുറത്തിറക്കിയ ടവേര എന്ന വാഹനം. 2004 ഈ ഒരു വാഹനം ഷെവർലെ ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സത്യത്തിൽ ഈ ഒരു വാഹനം ഇന്തോനേഷ്യൻ വാഹനമായ ഇസുസു പാന്തറിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചതാണ്. 7, 8, 9, 10 എന്നീ ഓപ്ഷനുകളിലാണ് ഇതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം വലിയ കുടുംബങ്ങളും അതുപോലെ തന്നെ ടാക്സി ആവശ്യങ്ങൾക്കുമാണ് ഉപയോഗിച്ചിരുന്നത്. ഇവന്റെ പ്രധാന എതിരാളികൾ ടൊയോട്ട ഫാമിലിയിലെ വമ്പന്മാരാണ്. ടൊയോട്ട ക്വാളിസും അതുപോലെ തന്നെ ടൊയോട്ട ഇന്നോവയും. ഇസുസു വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഡീസൽ എഞ്ചിനുകളാണ് ഈ ഒരു വാഹനത്തിലും ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ടവേരയുടെ പഴയ മോഡലുകളിൽ 2.5 ലിറ്റർ ഡീസൽ എഞ്ചിനുകളും ഉണ്ടായിരുന്നു. പിന്നീട് BS4 മാനദണ്ഡങ്ങൾ വന്നപ്പോൾ എഞ്ചിനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുവാൻ തുടങ്ങി. ഇസുസു എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ടെക്നോളജി കൂടുതലും അതുപോലെ തന്നെ മെയിൻ്റനൻസ് കുറവും ഈടുനിൽപ്പും ഉണ്ടായിരുന്നു. പിന്നീട് വിവിധ കാരണങ്ങളാൽ പ്രത്യേകിച്ച് എഞ്ചിൻ എമിഷൻ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലെ വെല്ലുവിളികളും അതുപോലെ തന്നെ വിൽപ്പന കുറഞ്ഞതിനെ തുടർന്നും ഷെവർലെ ടവേരയുടെ ഉൽപ്പാദനം 2017 ജനറൽ മോട്ടോഴ്സ് അവസാനിപ്പിച്ചു. പിന്നീട് ഷെവർലെ ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങുകയും ചെയ്തു. എന്നാൽ ഇന്നും പലയിടങ്ങളിലും പ്രത്യേകിച്ച് ടാക്സി വാഹനങ്ങളായും അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങളായും ടവേര ഓടുന്നത് കാണാം.